ഞാൻ ബഡ്ജറ്റ് പറഞ്ഞില്ലെന്നുണ്ടെങ്കിലും മലയാള സിനിമാ ചരിത്രത്തിലെ ടോപ്പ് 5 ബഡ്ജറ്റൽ ഫിലിംസിൽ എന്തായാലും ആട് വരും. ടോപ്പ് 4 എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഈ പണത്തിന്റെ കണക്ക് അങ്ങ് വിടാം നമുക്ക്. അതല്ലാതെ ഇപ്പോ ഈ ദിവസവും ഓരോ ദിവസവും 1000 ജൂനിയർ ആർട്ടിസ്റ്റുകൾ അങ്ങനെയൊക്കെയാണല്ലോ പറയുക, അല്ലെങ്കിൽ ഇത്ര അധികം സാമഗ്രികളുള്ള സെറ്റുകൾ, ആ വിധത്തിൽ പറയുകയാണെങ്കിലും ഇത് ഒരു എപ്പിക് ഫാന്റസി എന്ന് പറയുന്ന ജോണറാണ്. അപ്പം 2 കാലഘട്ടങ്ങളുണ്ട്. 2 കാലഘട്ടങ്ങളിൽ ഒന്ന് 17ാം നൂറ്റാണ്ടാണ്. നമ്മളിതൊരു ഹ്യൂമർ ചിത്രമാണെങ്കിൽ കൂടി അതിന്റെ ഒരു സ്റ്റോറി ലൈൻ വളരെ ശക്തമായിട്ട് ഇതിനകത്ത് പോകുന്നുണ്ട്. അപ്പൊ അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണിക്കണം എന്നുള്ളതാണ് എന്നും ഇതിന്റെ. അപ്പൊ അതിന്റെ നുവാൻസസ് എല്ലാം വളരെ ആലോചിച്ച് 6-7 മാസത്തെ പ്രീ പ്രൊഡക്ഷനിലൂടെയാണ് അതിന്റെ ഓരോ മൈന്യൂട്ട് തിങ്സും നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഓബിയസ്ലി 17ാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഒരു രാജ്യം വരുമ്പോൾ അതിന് എന്തൊക്കെ വേണമോ അതെല്ലാം ഇതിനകത്തുണ്ട്. സോ അത് കൂടാതെ പ്രസന്റ് കാലഘട്ടവും കൂടെ വരുമ്പോൾ നമ്മൾ 2 കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകണം. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പറയുന്നത്. ഈ ടൈം ട്രാവലിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? നല്ല ജോണറാണ്, വളരെ നല്ല ജോണറാണ്, എനിക്ക് ഇഷ്ടമുള്ള ജോണറാണ്. ഇത് ഒന്നും പുറത്തു വിടാതെ കാര്യങ്ങളുണ്ട്. എപ്പിക് ഫാന്റസി ആണെന്ന് പറഞ്ഞു 2 ടൈം ലൈൻസിൽ ജീവിച്ചിരുന്ന ആൾക്കാരെന്നുള്ളതാണ്. ഈ ഇപ്പോ ആളുകളുടെയൊക്കെ സ്കെയിൽ ഒരുപാട് മാറി. അതായത് വിനായകൻ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു നടനാണ്. അതായത് ഇന്ത്യയുടെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിന് ഓപ്പോസിറ്റ് വില്ലനായി നിന്ന് ആ സൂപ്പർ സ്റ്റാർ അനുഗ്രഹിച്ച നടനാണ്. ജയസൂര്യ മലയാളത്തിന്റെ ഏറ്റവും വലിയ ഒരു സിനിമയ്ക്ക് വേണ്ടി 3 വർഷങ്ങൾ കൊടുത്തിട്ടുള്ള ഒരാളാണ്. കത്തനാറപ്പുറത്ത് നടക്കുന്നു, ആട് 3 ഇപ്പുറത്ത് നടക്കുന്നു. അതായത് ഞാൻ പറഞ്ഞ അതിൽ രണ്ടാളുകളാണ്. എല്ലാവരും അതുപോലെ വലുതായിരിക്കുന്നു. എല്ലാ ആളുകളും ഇൻ ടേംസ് ഓഫ് അവരുടെ എന്താ പറയാ ബോഡി ഓഫ് വർക്ക് കൊണ്ടും അല്ലാതെ കൊണ്ടും റെമ്യൂണറേഷൻ കൊണ്ടും ഒക്കെ വലുതായിരിക്കുന്നു. അതിനെങ്ങനെയാ മാനേജ് ചെയ്യുക? അതാ പറഞ്ഞ ആട് 1 എടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രൊഫൈൽ അല്ല, അല്ലെങ്കിൽ അവരുടെ സ്റ്റാർഡം അല്ല ഇന്ന് ആട് 3 എത്തി നിൽക്കുമ്പോൾ. ആട് 1 നിന്നും മാറിയായിരുന്നു ആട് 2, ആട് 2 നിന്നും വളരെ മാറിയാണ് ആട് 3. അപ്പം ആക്ടേഴ്സ് പ്രൊഫൈൽ മാറുകയും സ്കെയില് മാറുകയും കാലം മാറുകയും ചെയ്യുമ്പോൾ ഇത് 3ഉം കൂടെ വരുമ്പോഴാണ് ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ടെൻഷൻ ആവുന്നത്. കാരണം ഓരോ ആഴ്ചയും ഓരോ നിയമങ്ങൾ വരും അല്ലെ. അത് ഗവൺമെന്റിന്റെ നിയമങ്ങൾ വരും, ടാക്സേഷൻ സംബന്ധമായത്, അല്ലെങ്കിൽ ലോസ് ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് റിഗാർഡിങ് ദ ഫിലിം ഇങ്ങനെ ആയിരിക്കണം എന്ന് ചെയ്യും. ഇനി അസോസിയേഷൻ സംബന്ധമായ റൂളുകൾ വരും. ഇതെല്ലാം ബെയർ ചെയ്യേണ്ടത് ഒരാൾ മാത്രമാണ്, പ്രൊഡ്യൂസർ. ഇങ്ങനെ ഒരു പുതിയ റൂൾസ് വരുമ്പോൾ അതിനെ ചിലപ്പോൾ ആക്ടേഴ്സ് അസോസിയേഷൻ വെൽക്കം ചെയ്യും, ടെക്നീഷ്യൻ അസോസിയേഷൻ വെൽക്കം അങ്ങനെ ആവാം. പിന്നെ പല പല സംഘടനകളും ഇങ്ങനെ പല നിയമങ്ങളുമായിട്ട് വരും. ഇനി ഇങ്ങനെ വേണം, ഇനി കാരവൺ തന്നെ ഇങ്ങനെ വേണം, അല്ലെങ്കിൽ ഇനി ഇത്ര നേരമാണ് ഇതാണ് ബാറ്റ. ഐ മീൻ ഫെയർ എനഫ്. ഇത് ഓരോ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് നമ്മൾ നോക്കുമ്പം അതൊരു ഇതിനൊരു 6000 രൂപയുടെ വ്യത്യാസമല്ലേ വരുന്നുള്ളൂ, അല്ലെങ്കിൽ 10 ലക്ഷം രൂപയുടെ വ്യത്യാസമല്ലേ വരുന്നുള്ളൂ എന്ന് പറയുമ്പോഴും ഈ ഓരോ കാര്യങ്ങളുടെയും ലോഡ് വന്ന് വീഴുന്നത് പ്രൊഡ്യൂസർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസിന്റെ ഇതിലാണ്. അപ്പം ഒരു ഫ്രാഞ്ചൈസി എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ നാഷണൽ ഫ്രാഞ്ചൈസീസ് നോക്കുകയാണെങ്കിൽ ഒരു ഫ്രാഞ്ചൈസി സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് കോസ്റ്റ് താഴുകയും പ്രോഫിറ്റ് കൂടുകയും ചെയ്യും. ഇപ്പൊ സ്ത്രീ എന്ന് പറയുന്ന ഫ്രാഞ്ചൈസിയിലേക്ക് നമുക്ക് പോവാണെങ്കിൽ സ്ത്രീ 1, സ്ത്രീ 2, സ്ത്രീ 3ലേക്ക്, അല്ലെങ്കിൽ ഗോൾമാൽ എന്ന് പറയുന്ന ബോളിവുഡിന്റെ ചെറിയ ഫ്രാഞ്ചൈസി നോക്കുകയാണെങ്കിൽ ഗോൾമാൽ 2ലേക്ക് വരുമ്പോൾ അവർ അതിനെ ഫുൾ ഒരു ബിൽഡിങ്ങിലേക്ക് ഒതുക്കുകയാണ്. ഒരു ഷിപ്പിനകത്ത്. അപ്പൊ കോസ്റ്റ് ഇൻടാക്ട് നിർത്തിയ ബിക്കോസ് ഓൾറെഡി ആൻ എക്സിസ്റ്റിംഗ് ബിസിനസ് ആ ഫ്രാഞ്ചൈസിക്ക് ഉണ്ട്. ദെൻ വൈ ഷുഡ് വി ടേക്ക് ഇറ്റ് ടു എ ഡിഫറെന്റ് ലെവൽ? അവർക്ക് ആ ഹ്യൂമർ കണ്ടാൽ മതി. ഇത് ഞാൻ ഇതിനുമായിട്ട് ആർഗ്യൂ ചെയ്ത കാര്യമാണ് ഞങ്ങളെല്ലാം. അപ്പം ഫ്രാഞ്ചൈസിക്ക് നമ്മൾ എന്തിനാണ് ഈ മാഗ്നിറ്റ്യൂഡിലേക്ക് പോകുന്നത്? അപ്പം അതൊരു കാര്യം. 2 ഈ സ്റ്റാർഡം മാറി എന്നുള്ളത്. അപ്പം പിന്നെ 3 നിയമങ്ങൾ മാറും. അപ്പൊ ഇതെല്ലാം കൂടെ വന്ന ഒരു കാര്യമാണിത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത് ഇത്രയും ആക്ടേഴ്സിനെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ വിനായകൻ എന്ന് പറയുന്നത് ഇന്ന് ഒരു നാഷണൽ സ്റ്റാർ ആണ്. അപ്പൊ അദ്ദേഹത്തിന് തമിഴ് സിനിമയുണ്ട്, തെലുങ്ക് സിനിമയുണ്ട്, അതുണ്ട്. മറ്റുള്ള ഇപ്പം സൈജു കുറുപ്പാണെങ്കിൽ പോലും ആട് 1 ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന സൈജു കുറുപ്പല്ല ഇന്ന് നായക നടനാണ്, ഏറ്റവും ബിസി ആയിട്ടുള്ള നായക നടനാണ്. അപ്പം
സൈജുവിന് 3 പടം മാറ്റി വെക്കേണ്ടി വരും ആടിന് ഡേറ്റ് തരണമെങ്കിൽ. അപ്പൊ അത്രയും ദിവസം നമുക്ക് എടുക്കാന്നുള്ള ഒരു ചലഞ്ച് വിനായകൻ്റെ സൈജുണ്ട്. ഇപ്പം ഇതിനകത്തുള്ള ഓരോ ആക്ടേഴ്സ് ഇപ്പൊ കോമഡി, അപ്പം ഇന്ദ്രൻ ചേട്ടൻ ഇന്ന് 1 ഇറങ്ങിയപ്പോഴോ 2 ഇറങ്ങിയപ്പോഴുള്ള ഇന്ദ്രൻ ചേട്ടൻ എല്ലാം ഹോം കഴിഞ്ഞിട്ടുള്ള ഇന്ദ്രൻ ചേട്ടൻ അല്ലെ. ഇന്ദ്രൻ ചേട്ടൻ ഇന്ന് മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നടന്മാരിൽ അല്ലെങ്കിൽ ഏറ്റവും വേഴ്സറ്റൈൽ ആയിട്ടുള്ള ആക്ടർ എന്ന് കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരു നടനാണ്. അത്രയും തിരക്കുണ്ട് ഇന്ദ്രൻ ചേട്ടന്റെ. നമ്മുടെ പ്രശ്നം എന്തായിരുന്നു, ഇന്ദ്രൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ മുടി ഫ്രണ്ടിൽ നിന്ന് ഷേവ് ചെയ്താൽ മാത്രമേ ആ ബിഗ് വെക്കാൻ പറ്റത്തുള്ളൂ. അതിന്റെ അർത്ഥം ആടിന്റെ ഷൂട്ട് കഴിയാതെ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. അവസാനം നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇന്ദ്രൻ ചേട്ടൻ പേട്രിയോട്ടിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ ഇന്ദ്രൻ ചേട്ടന്റെ ഫുൾ പ്രോസ്തറ്റിക്സിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഫുൾ പ്രോസ്തറ്റിക്സിലാണ്. അപ്പൊ പിന്നെ ചെലവ് കൂടാണ്. അല്ല, ചെലവ് കൂടുന്ന മാത്രമല്ല, അതിന്റെ ടൈം ലൈൻസ് ഉണ്ട്. പ്രോസ്തറ്റിക്സ് ചെയ്യുമ്പോൾ ആട് ഔട്ട്ഡോർ ആയതുകൊണ്ട് ഒരു 3 hours കൂടുതൽ നമുക്ക് ഇന്ദ്രൻ ചേട്ടനെ വെക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ആ 3 hours ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മാക്സിമം അദ്ദേഹത്തിന് പെട്ടെന്ന് ഷൂട്ട് കഴിഞ്ഞാൽ AC കൊണ്ടിരുത്തുക, വിയർക്കാതിരിക്കാനും നോക്കുക. അപ്പൊ അതും മാനേജ് ചെയ്യണം. അതും അപ്പൊ 6 months അല്ല 10 months ആണ് എന്റെ ഷൂട്ടിംഗ് പ്രോസസ്സ് പോയത്. 10 മാസം എടുത്തിട്ടാണ്. അല്ല, 6 ബ്രേക്ക് ഉണ്ടായിരുന്നു ഇതിനിടയ്ക്ക്. കാരണം ലുക്ക് മാറ്റണം, ലുക്ക് മാറാനുണ്ട്. ഈ കാലഘട്ടത്തിലേക്ക് വരികയും ഈ മഴ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷമാണ് മെയ് തൊട്ടിട്ട് ഡിസംബർ വരെ മഴ പെയ്ത വർഷം. എത്ര മഴ പെയ്തു. അപ്പൊ നമുക്ക് ഇൻഡോർ പോർഷൻസ് എന്ന് പറയുന്നത് ആടില് <10% ആണ് ഇൻഡോർ പോർഷൻസ് എന്ന് പറയുന്നത്. എല്ലാം ഔട്ട്ഡോർ ആണ്. അത് മെയിൻലി ഈ പഴയ കാലം കുറെ കാടുകളിലും ഒക്കെ ഉണ്ട്. അപ്പൊ അവിടേക്കെന്ന് പറഞ്ഞാൽ 4:30-5 മണിയാകുമ്പോ ഇരുട്ടാണ്. അപ്പൊ ലൈറ്റ് പോവാണ്. ലൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എത്രയോ ദിവസങ്ങൾ നമുക്ക് കൂടുതൽ വേണ്ടി വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ ഇതെല്ലാം വരുന്നത് പ്രൊഡക്ഷന്റെ ഹെഡിലേക്കാണ്. അപ്പൊ ഇത് ആദ്യം നമുക്ക് ആർട്ടിസ്റ്റിനെ മാനേജ് ചെയ്യുക, അവരുടെ ഡേറ്റ് മാനേജ് ചെയ്യുക എന്നുള്ള ഒരു ഇഷ്യൂ, പിന്നെ ലൊക്കേഷൻ മാനേജ് ചെയ്യുക എന്നുള്ള ഒരു ഇഷ്യൂ. ഇപ്പൊ പാലക്കാടാണ് ഷൂട്ട് ചെയ്യുന്നത്. പാലക്കാടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പോകുമ്പോൾ ഒരു ഗ്രൗണ്ട് കാണും. ആ ഗ്രൗണ്ടിലായിരിക്കും നമ്മൾ സെറ്റ് ഇടുന്നത്. നാളെ അത് കായല. മഴ പെയ്തു കഴിഞ്ഞാൽ ഡാം തുറന്നു കഴിഞ്ഞാൽ അത് പിന്നെ വെള്ളം നിറയും. അങ്ങനെ ഞങ്ങൾക്ക് സംഭവിച്ചു. ഞങ്ങള് ഒരു സെറ്റ് ഇട്ടിരിക്കുന്ന സ്ഥലം മഴ പെയ്ത് നമ്മുടെ മുമ്പിൽ അതൊരു ഒഴുക്കുള്ള വാട്ടർ ബോഡി ആയിട്ട് മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ വാട്ടർ ബോഡി പിന്നെ നമുക്കത് വേണമെങ്കിൽ ഡാം തുറക്കണം, വെള്ളം പോണം. ആ ഡാം തുറക്കാൻ വേണ്ടി നമുക്ക് ഗവൺമെന്റിനോട് പോയി ഞങ്ങൾ ഷൂട്ട് ചെയ്യാനുണ്ട്, ഡാം തുറക്കണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് അതിന്റെ നാച്ചുറൽ പ്രോസസ്സിൽ മാത്രമേ അത് നടക്കുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് അവസാനം അത് തുറന്നതിന് ശേഷം ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അത്രയും അപ്പം ഇപ്പൊ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഓബിയസ്ലി ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു എനിക്ക് ഇപ്പം മഴ പെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് സങ്കടം വരും. കാരണം ഇത് 17 നമ്മൾ ഓപ്പൺ ടെറൈനിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അല്ലെ. ഓപ്പൺ ടെറൈനിൽ നമ്മളിപ്പോ വൈറ്റ് ഷോട്ടും അല്ലെങ്കിൽ ഡ്രോൺ ഷോട്ടും ഒക്കെ എടുക്കുമ്പോൾ വേറെ ഒന്നും വെക്കാൻ പാടില്ല. അപ്പൊ നമ്മുടെ ടെന്റുകളും എല്ലാം വെച്ചിരിക്കുന്നത് കുറെ അപ്പുറത്താണ്. അപ്പൊ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മഴ പെയ്യുമ്പോൾ നമ്മുടെ സങ്കടം എന്ന് പറയുന്നത് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ എങ്ങനെ അവരിപ്പം ആ കാലഘട്ടത്തിൽ ഒരു ഉടുപ്പ് പോലും ഇല്ലാതായിരിക്കും നിൽക്കുന്നത്. അപ്പൊ പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ ഇവര് ഓടുന്ന കാണുമ്പോൾ നമുക്ക് വിഷമം വരും. അതുകൊണ്ട് തന്നെ നമ്മൾ അത് മാനേജ് ചെയ്യാനായിട്ട് പല സംവിധാനങ്ങളും ഈ സെറ്റിനോടൊപ്പം തന്നെ ചെയ്തു വെച്ചു. ഈ മേളിൽ നിന്ന് നോക്കുമ്പോൾ ഓല കാണുന്നപ്പം അവർക്ക് പെട്ടെന്ന് നിൽക്കാനായിട്ട് ആ ഷെഡിലേക്ക് വന്ന് നിൽക്കാനുള്ള പരിപാടികൾ വരെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ ആടില് വന്നിട്ടുണ്ട്. ഒരു ബുക്ക് എഴുതാനുള്ള കഥകൾ ഇതിനകത്തുണ്ട്. അപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യം എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചോദിച്ചെങ്കിലും അതിന്റെ മാഗ്നിറ്റ്യൂഡ് വളരെ വലുതാണ്.